പ്രവാചകരുടെ കാരുണ്യത്തിന്റെ ഒരു അംശമല്ലേ സഹോദരങ്ങളെ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വയനാട് ജില്ലയില് പിണങ്ങോട് സ്വദേശിനിയാകുന്ന ഒരു സഹോദരി. ആ സഹോദരി അലഞ്ഞു തിരിഞ്ഞ് റോഡിൽ നടക്കുന്ന ഒരു നായ ഒരു എല്ലി കഷ്ണം കടിച്ച് തൊണ്ടയിൽ കുടുങ്ങിയപ്പോ ആ നായയെ വന്നുകൊണ്ട് ആളുകൾ വന്ന് പറഞ്ഞു, ആരോ ജോലിക്കാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു നായ റോഡിൽ കൂടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നാട്ടിലുള്ള ഒരാളെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി, പക്ഷെ ആളെ കിട്ടുന്നില്ല. അപ്പൊ ആ നായ ഇങ്ങനെ അടുത്തോട്ട് വന്നു, അതിനെ പിടിച്ച് അതിന്റെ തൊള്ള തുറന്ന് ഒരു കമ്പിട്ടുകൊണ്ട് അതിന്റെ വായിൽ കുടുങ്ങിക്കിടന്നതാകുന്ന ആ എല്ല് പുറത്തെടുക്കുന്ന രംഗം. ശേഷം ആ നായ നന്ദിയോടുകൂടി പിന്നീട് ഈ താത്തായെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരുന്നതിന്റെ വീഡിയോ ദൃശ്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എവിടുന്നാണ് ഈ ഉമ്മയ്ക്ക് അതിന് പ്രചോദനമായത്? നനവോടുകൂടി തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അതിൽ ഒരു വട്ടം മണ്ണ് കുഴച്ചുള്ളതാകുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ മണ്ണ് തേച്ച് കഴുകി ശുദ്ധി വരുത്തണമെന്ന് പഠിപ്പിച്ച മുഹല്ലലായ നജസായി പഠിപ്പിച്ചതാകുന്ന നായെ അതിന്റെ ചാരത്തിരുന്ന് അതിനെ പരിപൂർണമായി ശുശ്രൂഷിച്ച് അതിന്റെ വേദനയും പ്രയാസവും മാറ്റിക്കൊടുക്കാൻ വയനാട്ടിലുള്ളതാകുന്ന പിണങ്ങോട് സ്വദേശിയാകുന്ന ആ ഉമ്മയെ പ്രാപ്തിയാക്കിയത് ആരാ? ആ വ്യക്തിയുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മയ്ക്ക് പ്രചോദനം കിട്ടിയത് അതാണ്.